വയനാട് ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. കേരളത്തിലാകെ 2 തീയതികളിലാണ് ഡിസംബർ 9, 11. 11-ാം തീയതി വടക്കൻ ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 10 വർഷം പൂർത്തിയാക്കുകയാണ്. 9 വർഷം പൂർത്തിയാക്കി 10ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ വൻ വികസന മുന്നേറ്റം സൃഷ്ടിക്കാൻ പഴയ കാലത്തെ മറ്റ് ഭരണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വൻ മുന്നേറ്റമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സൃഷ്ടിച്ചിട്ടുള്ളത്. വികസനത്തിന്റെ ഒരു പ്രത്യേകത കേരളത്തിന്റെ ഭാവിയെ പരിഗണിച്ചുകൊണ്ടുള്ള വിവിധ പദ്ധതികൾ. നാഷണൽ ഹൈവേ, തീരദേശപാത, മലയോര ഹൈവേ, വൻകിട വിമാനത്താവളങ്ങൾ, വൈദ്യുതി നിലയങ്ങൾ, ഇങ്ങനെ പശ്ചാത്തല സൗകര്യം ലഭ്യമാക്കേണ്ടുന്ന എല്ലാ മേഖലകളിലും വലിയ തോതിലുള്ള വികാസം കൈവരിക്കുന്നത്. ഇവിടെ UDF ഗവൺമെന്റിന്റെ കാലത്ത് അവസാനിപ്പിച്ചു പോയ ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, ഇതെല്ലാം പൂർത്തീകരണത്തിലേക്ക് എത്തി. ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ അതിവേഗം മുന്നോട്ട് പോവുകയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് പ്രവർത്തനക്ഷമമാകും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനല്ല ശ്രമിക്കുന്നത്. ഇങ്ങനെ നാം എത്തിച്ചേർന്ന നടപടികളിലൂടെ ഈ നവംബർ മാസം 1-ാം തീയതി ഒരു പ്രധാന സംഭവം ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായി. ദാരിദ്ര്യം പൂർണ്ണമായും അവസാനിപ്പിച്ച ഏക ഒരു രാജ്യം മാത്രമാണ് ലോകത്തുള്ളത്. അത് ചൈനയാണ്. ഇന്ത്യയിൽ കേരളം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ച, അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനമായി പ്രഖ്യാപിച്ച, ഇത് ഒരു ദിവസം കൊണ്ട് വന്നിരുന്നതല്ല. 2021 പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരമേറ്റപ്പോൾ കേരളത്തിൽ മുൻഗണന കൊടുക്കേണ്ടുന്ന ഒരു പ്രധാന പ്രശ്നമായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം തീരുമാനിച്ചു. 2021 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ സംവിധാനം, ഈ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി അതിദരിദ്രരാരാണെന്ന് നിർണയിച്ചു. പല തരത്തിലുമുള്ള ശ്രമങ്ങളിലൂടെയാണ് അവസാനം 64,006 കുടുംബങ്ങൾ അതിദരിദ്രരാണെന്ന് കണ്ടെത്തിയത്. അതിദാരിദ്ര്യത്തിന് കാരണമായ എല്ലാ ഘടകങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുക. അങ്ങനെയാണ് കേരളം ദാരിദ്ര്യമുക്തമാക്കുന്നത്. വിവിധ വകുപ്പുകളുടെ സംയോജനം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തദ്ദേശ ഭരണ വകുപ്പിന്റെ മുൻകൈ, സംസ്ഥാന ഗവൺമെന്റിന്റെ മേൽനോട്ടം, ഇതെല്ലാം ചേർന്നുകൊണ്ടാണ്
അതിദാരിദ്ര്യമുക്ത കേരളമായി പ്രഖ്യാപിക്കാൻ കഴിയും. ഇതിലേക്ക് എത്തുമ്പോൾ മറ്റേ അനുഭവങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കണം. കേരളത്തിൽ ആരും പട്ടിണി കിടക്കില്ല. കേരളത്തിൽ എല്ലാവർക്കും വീടുകളുണ്ട്. സ്വന്തമായി വീട് നിർമ്മിക്കാൻ കഴിയാത്തവർക്ക് സ്വന്തമായി വീട് നിർമ്മിച്ച് നൽകുന്നുണ്ട് കേരളത്തിൽ. ഇനിയും ആർക്കെങ്കിലും വീട് കിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് കൂടി വീട് അതുകൂടി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എല്ലാ വീടുകളും വൈദ്യുതീകരിച്ചിട്ടുണ്ട്. എല്ലാ വീടുകളിലും ശുചിമുറികളുണ്ട്. എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കാൻ, കുടിവെള്ളം എത്തിക്കാൻ ഗവൺമെന്റ് പരമാവധി ശ്രമിച്ചു. ചില പഞ്ചായത്തുകളിൽ പൂർണ്ണത കൈവരിച്ചിട്ടുണ്ട്. കേരളം പൂർണ്ണത കൈവരിക്കാൻ പോവുകയാണ്. പൈപ്പ് ലൈൻ വഴി എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുക. ജലജീവൻ പദ്ധതിയിലൂടെ ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി എല്ലാ വീടുകളിലും പാചകവാതകം എല്ലാ വീടുകളിലും എത്തണം. അതിന്റെ പിറകിൽ എല്ലാ വീടുകളിലും ഇപ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ നിലയെടുത്തു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ നമ്മുടെ കുടുംബങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. തൊഴിൽ, വിദ്യാഭ്യാസം, ഇന്റർനെറ്റ് കണക്ഷൻ അനിവാര്യമായി വന്നിരിക്കുന്നു. നമുക്ക് വിവരങ്ങൾ അറിയാനും നമ്മുടെ ആവശ്യങ്ങൾ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യാനും ഇന്റർനെറ്റ് സൗകര്യം വേണം. ഈ നിലയിലേക്ക് കേരളം വളർച്ച കൈവരിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ എത്തി? എവിടുന്നാണ് ഇതിന്റെ തുടക്കം? ഇത് നമ്മൾ ഓർമ്മിച്ചു പോകണ്ടേ? കേരളത്തിൽ ആദ്യമായി 1957 PMS ഗവൺമെന്റ് അധികാരത്തിൽ. ആ ഗവൺമെന്റാണ്